പാകിസ്ഥാൻ വലിയ തരത്തിലുള്ള സൈനിക അട്ടിമറികൾ നടക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ സൈന്യത്തിലെ പുതുതലമുറ ഇന്ത്യയേക്കാൾ വലിയ ഭീഷണിയായി സ്വന്തം നാട്ടിലെ തീവ്രവാദികളെ കണ്ടു തുടങ്ങിയതായി പഠന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. സൈന്യത്തിലെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാൻ സാധ്യതയുള്ള പുതുതലമുറക്കാരായ ഓഫീസർമാർക്കാണ് ഈ അഭിപ്രായമുള്ളത്. സ്വകാര്യ സംഭാഷണങ്ങളിലും അത്താഴ വിരുന്നുകളിലും ഈ അഭിപ്രായം അവർ തുറന്നു പറയാറുണ്ടെന്ന് ദ ക്വൈറ്റ് എക്സ്പീരിയൻസ് എന്ന പേരിലുള്ള ഓ സ്മിത്തിന്റെ ലേഖനത്തിൽ പറയുന്നു. റിട്ടയർഡ് US ആർമി കേണലാണ് ഇദ്ദേഹം. വാഷിംഗ്ടൺ ആസ്ഥാനമായ വിൽസൺ സെന്ററാണ് പാക് സേനയിലെ മധ്യതല ഓഫീസർമാരുടെ മാറുന്ന മനോഭാവം സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഉഭയകക്ഷി ധാരണയിലൂടെ 1977 മുതൽ 2014 വരെയുള്ള US ആർമി ഓഫീസർമാരും പാക് സഹപാഠികളും തമ്മിലെ സംവാദങ്ങളാണ് പഠനത്തിന് വിധേയമാക്കിയത്. പഴയ തലമുറയിൽപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥർ പുതിയ ഓഫീസർമാരിൽ പരമ്പരാഗതമായ ഇന്ത്യ വിരുദ്ധത കുത്തിവെക്കാനാണ് ശ്രമിക്കാറുള്ളതെങ്കിലും ഇന്ത്യക്കെതിരായ നിലപാടിൽ നിരവധി യുവ ഓഫീസർമാർക്ക് വ്യത്യസ്ത അഭിപ്രായമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2014 പഠനം പൂർത്തിയായെങ്കിലും ക്വെറ്റ എന്ന പരിശീലന കേന്ദ്രത്തിൽ പാക് സേനയുമായി സഹകരിച്ചു വന്ന US ഉദ്യോഗസ്ഥരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ക്വെറ്റ സേനാ കേന്ദ്രവുമായുള്ള US സഹകരണം തുടരില്ലെന്ന് 2017 ഉറപ്പായ ശേഷമാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ സ്മിത്ത് തീരുമാനിച്ചത്. 1981 ഇന്ത്യ മാത്രമാണ് ശക്തമായ ബാഹ്യ ഭീഷണി എന്നാണ് പാക് സൈനികർ കരുതിയിരുന്നത്. 1980കളിൽ സോവിയറ്റ് യൂണിയനാണ് പ്രധാന ഭീഷണി എന്ന തോന്നലായിരുന്നു ഭൂരിപക്ഷം സൈനിക ഓഫീസർമാരെങ്കിലും ഇന്ത്യയോളം വലിയ ശത്രു വേറെയില്ലെന്ന ധാരണ അന്നും ഊട്ടിയുറപ്പിക്കപ്പെട്ടിരുന്നു. ഇന്ത്യക്കെതിരെ ദീർഘകാലമായി തുടരുന്ന വിരുദ്ധ കാഴ്ചപ്പാട് ഉറപ്പിക്കാൻ സേനാ നേതൃത്വം ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നതായി 1995 ക്വെറ്റയിലെ വിദ്യാർത്ഥിയായിരുന്ന ഒരു US സൈനികൻ ഓർത്തെടുക്കുന്നു. കാലങ്ങളായി തുടരുന്ന ഇന്ത്യ വിരുദ്ധ മനോഭാവത്തിൽ തലമുറകൾ തമ്മിലുള്ള ഭിന്നത പിന്നീട് പ്രകടമാകാൻ തുടങ്ങി. വ്യോമ നാവിക സേനയിലെ യുവ ഉദ്യോഗസ്ഥർക്കിടയിലാണ് ഇന്ത്യക്ക് അനുകൂലമായ ചിന്ത പ്രബലമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സേവനം നടത്തിയുള്ള അനുഭവ പരിചയമാണ് ഇന്ത്യയേക്കാൾ വലിയ ഭീഷണി ആഭ്യന്തര തീവ്രവാദികളാണെന്ന ചിന്ത ഉടലെടുക്കാൻ കാരണം. സഹപ്രവർത്തകരെ ഭീകരർ കൊല്ലുന്നതും പരിക്കേൽപ്പിക്കുന്നതും കണ്ടവരാണ് യുവസൈനികരിൽ ഭൂരിഭാഗവും. 2012-13 കാലഘട്ടമായപ്പോഴേക്കും ഇന്ത്യയോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റം പ്രകടമായി തുടങ്ങി. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരെ ഇത്രമാത്രം വെറുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഇന്ത്യൻ സംഗീതവും സിനിമയും ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണെന്നും ഈ കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥി പറഞ്ഞതായി സ്മിത്ത് രേഖപ്പെടുത്തി. 2013-14 ബാച്ചിൽ മിക്കവരും ഇന്ത്യയുമായി ശക്തമായ ഉഭയകക്ഷി ബന്ധം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ക്വെറ്റ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ ഈ ധാരണ മുളയിലേ നുള്ളാനാണ് ശ്രമിക്കുന്നതെന്നും ലേഖനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.